പ്ലാസ്റ്റിക് വയർ വെച്ച് വളരെ ചെറിയൊരു ബാഗാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് റിട്ടേൺ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനും, അതുപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ, അതായത് കുട്ടികളുടെ തന്നെ ഹെയർ ആക്സസറീസൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ചെറിയൊരു ബാസ്ക്കറ്റ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 കളറിലുള്ള പ്ലാസ്റ്റിക് വയറുകൾ എടുത്തിട്ടുണ്ട്, പിങ്കും ഗ്രീനും. എങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിനെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഈ നടുക്ക് ഭാഗം മാത്രം ഒന്ന് മുറിച്ചിട്ട് അതിനുള്ളിലൂടെ സിസർ വെച്ച് ഈ ഓരോ പ്ലാസ്റ്റിക് വയറിനെയും ചെറിയ ചെറിയ നൂല് കൊണ്ട് ഇതുപോലെ 4 വശത്തും കെട്ടിയിട്ടുണ്ടാവും. ആ 4 കെട്ടുകളും ഇതുപോലെ ഒന്ന് മുറിച്ചു മാറ്റാം. ഇത് അഴിച്ചെടുത്തിട്ട് വേറൊരു പേപ്പറിൽ ചുറ്റിയാലും മതി, പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അതിനുശേഷം ഉള്ളിൽ കാണുന്ന ഈ വയറ് ഇതുപോലെ ഈ നടുക്ക് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ആ വിടവിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി ഇത് അളന്നെടുക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് ഇത് അളന്നെടുക്കാം. 1, 2, 3, 4, 4.5. ഈ ഒരു ബാഗിന് വേണ്ടി ഞാൻ 4.5 അടി വയറാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യമില്ല. ഈ അളന്ന് വെച്ച വയറ് വെച്ച് തന്നെ നമുക്ക് ബാക്കിയുള്ള വയറുകളെല്ലാം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ രണ്ടാമത് ഒരു വയറ് കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വയറ് കൂടി മുറിച്ചെടുക്കുന്നത് കാണിക്കാം. ഈ ഉള്ളിലുള്ള വയർ തന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് കുരുങ്ങിപ്പോവും. പിന്നെ നമുക്കത് ചുറ്റിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള വയർ തന്നെ പുറത്തേക്ക് വലിച്ചെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഞാൻ 3 വയറ് മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ വയറും മുറിച്ചെടുത്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ എല്ലാ വയറും ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിങ്ക് കളറിലുള്ള 18 വയറ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ കളറിലുള്ള 8 വയറുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം 26 വയറുകൾ ഞാനിതിലേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം 4.5 അടി തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിങ്ക് വയറും ഗ്രീൻ കളർ വയറും 4.5 അടിയിൽ 18ഉം 8ഉമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള വയറുകൾ ഉപയോഗിക്കാം, പക്ഷേ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 കളറ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 വയറുകളായിട്ട് നോട്ടിട്ടെടുക്കുക. ഒരേ കളറിലുള്ള ഈ 2 വയറുകൾ എടുത്തിട്ട് നമ്മൾ ബോക്സ് നോട്ട് പഠിച്ചതാണ്, ആ നോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോക്സ് നോട്ടിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ, ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ 2 കൈയിലുമായിട്ട് വയറുകൾ നേരെ നടുവിലൂടെ മടക്കി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് വയറിൻ്റെ മുകളിലേക്ക് റൈറ്റ് വയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വയറിനെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. ഈ സൈഡിലുള്ളതിലും പുറകിലുള്ള വയറിനെ മടക്കി ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി എല്ലാ വയറും ഒരുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ വയറും ഒരുപോലെ വലിച്ച് എല്ലാ വയറിനെയും ടൈറ്റ് ചെയ്യുക. നമുക്ക് ബോക്സ് നോട്ട് കിട്ടി. ഇനി എല്ലാ വയറുകളും നോക്കുക, അറ്റം ഒരുപോലെ ആണോ എന്ന് നോക്കണം. അറ്റം ഒരുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ വയറിൻ്റെ അറ്റം ഒരുപോലെ ആക്കി കൊടുക്കണം. എല്ലാ വയറിൻ്റെ അറ്റം ഒരുപോലെ അല്ല എങ്കിൽ നമ്മൾ ബാഗ് ചെയ്യുമ്പോൾ വല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഓരോ നോട്ട് ഇടുമ്പോഴും എല്ലാ വയറിൻ്റെ അറ്റം ഒരുപോലെ ആണോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പിങ്കും കൂടി ഇടുന്നത് കാണിച്ചു തരാം. വയറിനെ എടുത്ത് നേരെ നടുവിലൂടെ മടക്കുക.
രണ്ട് വയറും നേരെ നടുക്കൂടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ഹാൻഡിലുള്ള വയറിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈറ്റ് ഹാൻഡിലുള്ള വയർ ഇട്ട് കൊടുക്കാം. പുറകിലുള്ള വയറിനെ മുകളിലേക്ക് മടക്കി കൊടുക്കാം. സൈഡിലുള്ള പുറകിലുള്ള വയറിനെ എടുത്ത് ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാം. ഇതിനുശേഷം ഓരോ വയറിനെയും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് നമുക്കൊരു ബോക്സ് നോട്ട് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വയറിൻ്റെ അറ്റം ഒരുപോലെയാണോ എന്നാണ്. അതെന്തായാലും ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ബാഗ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടുന്ന് കുറച്ചൊന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ അറ്റം ഒരുപോലെ ആക്കിയെടുക്കാം. അറ്റമെല്ലാം ഒരുപോലെ ആകുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ അറ്റം ഒരുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വയറുകളും നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് നോട്ടുണ്ടാക്കി ബോക്സ് നോട്ടുണ്ടാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിങ്കിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത് 18 വയറാണ്. നമുക്ക് പിങ്കിൻ്റെ 9 നോട്ട് കിട്ടും. ഗ്രീൻ കളറിലുള്ള 8 വയറാണ്, അതിൻ്റെ 4 നോട്ടും കിട്ടും. ഗ്രീനിലുള്ള 4 നോട്ടും പിങ്കിലുള്ള 9 നോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ 2 പിങ്ക് കളറിലുള്ളതിനെ നമുക്ക് ഒന്നിച്ച് നോട്ടുണ്ടാക്കി യോജിപ്പിക്കണം. അതിനായി ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ താഴെ ഒരു ക്രോസും മുകളിലൊരു ക്രോസും കിട്ടും. ഈ താഴെയും മുകളിലും ക്രോസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു നോട്ട് ഉണ്ടാക്കി കൊടുക്കണം, ബോക്സ് നോട്ട്. അതിന് ബോക്സ് നോട്ട് നന്നായിട്ട് ആദ്യം തന്നെ പഠിക്കണം. അതിനുശേഷം മാത്രം നമുക്ക് കൂടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാൽ മതി. സമാധാനമായിട്ട് പതുക്കെ ആ ബോക്സ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്രോസ് നോട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ സാധാരണ ബോക്സ് നോട്ടിൽ ബാഗൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാഡർ നോട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ബോക്സ് നോട്ട് തന്നെ ആദ്യം തിരഞ്ഞെടുത്തത്. ക്രോസ് നോട്ട് കൂടയിൽ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല. എവിടെയാണോ ക്രോസ് വരുന്നത്, 2 നോട്ടുകൾ ചേർത്ത് വെക്കുമ്പോൾ എവിടെയാണോ ക്രോസ് വരുന്നത് ആ ക്രോസിൽ ബോക്സ് നോട്ട് ഇട്ട് കൊടുത്ത് 2 നോട്ടുകളെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് നമ്മളിനി ബാക്കിയുള്ള എല്ലാ വയറുകളെയും യോജിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ 2 പിങ്ക് വയറിനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റർ നോട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സൈഡിലുള്ള 2 വയറുകളെ ഒന്ന് കെട്ടിവെച്ചാലും മതി. സെൻറ്റർ നോട്ട് ഏതാണെന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അത് മാറ്റിക്കളയാം നമുക്ക്. ഇനി ഞാൻ ജോയിൻ ചെയ്യുന്നത് 2 പച്ച വയറുകളാണ്. അതിനെയും ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്രോസ് എവിടെയാണോ വരുന്നത് ആ ക്രോസ് വരുന്ന ഭാഗത്ത് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കുക. അതിലൊരു പ്രയാസവും ഇല്ല. 2 നോട്ടുകൾ തമ്മിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ആ ക്രോസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ക്രോസ് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ 2 നോട്ട് ഇട്ട് കൊടുക്കുക, ബോക്സ് നോട്ട്. ഇത് മാത്രമേ ഉള്ളൂ ഈ ജോയിൻ ചെയ്യുന്നതിൽ, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഇനിയും താഴെ ഒരു നോട്ട് വരുന്നുണ്ട്, ഒരു ക്രോസ് വരുന്നുണ്ട്. അവിടെയും നമുക്കൊരു നോട്ട് വരും, അവിടെയും നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിൽ ഒരു ലൈൻ വരും, താഴെ ഒരു ലൈനും മുകളിലൊരു ലൈനും വരും. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇത്രയും വയറുകളെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ലൈനുകൾ അവിടെ കിട്ടും. ഒരു സെൻറ്റർ ലൈനും കിട്ടും, അതിന് താഴെയായിട്ടൊരു ലൈനും അതിന് മുകളിലായിട്ടൊരു ലൈനും. സെൻറ്റർ ലൈനിന് എത്രയാണോ നോട്ടുകൾ വരുന്നത് അതിൽ 1 വീതം കുറവായിരിക്കും മുകളിലും താഴെയും വരുന്ന നോട്ടുകൾ. ഇപ്പോൾ ഞാൻ ഗ്രീൻ കൊണ്ട് താഴെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിലൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഒരു ഗ്രീൻ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2 പിങ്ക് 2 ഗ്രീൻ എന്ന രീതിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഗ്രീനും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും പിങ്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, താഴെ ഒരു ക്രോസും മുകളിലൊരു ക്രോസും വന്നിട്ടുണ്ട്. അത് ഞാൻ ജോയിൻ ചെയ്ത് കാണിക്കാം. ലെഫ്റ്റിലുള്ള ഗ്രീൻ വയറിൻ്റെ മുകളിലേക്ക് റൈറ്റിലുള്ള വയർ വെച്ച് കൊടുക്കുക. താഴെയുള്ള വയറിനെ മുകളിലേക്ക് മടക്കുക. സൈഡിലുള്ള വയറിനെ
ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുക. നോട്ടുകൾ ടൈറ്റ് ചെയ്യുക. ഇപ്പം മുകളിലത്തെ നോട്ട് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് താഴെയും നമുക്ക് നോട്ടിട്ട് കൊടുക്കണം. താഴെയുള്ള വയറിനെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. സൈഡിലുള്ള വയറിനെ ലൂപ്പിനുള്ളിലൂടെ എടുത്തു വിടുക. നോട്ടിനെ ടൈറ്റ് ചെയ്യുക. ഗ്രീനിൻ്റെ താഴെയും മുകളിലും ഒരു നോട്ട്, ബോക്സ് നോട്ട് കിട്ടി. ഇപ്പോൾ 2 പിങ്ക് നോട്ടും 2 ഗ്രീൻ നോട്ടും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് പിങ്ക് നോട്ടാണ്. പിങ്ക് വയറിൻ്റെ 5 നോട്ടുകൾ ഇനി നമുക്ക് ജോയിൻ ചെയ്യണം. 2 പിങ്ക്, 2 ഗ്രീന്, 5 പിങ്ക്. ഇനി 5 പിങ്ക് വയറുകളാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. നമ്മൾ ആ വയറിനെ ഒന്ന് താഴെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ കയ്യിൽ നിന്ന് നമ്മൾ താഴെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് അത് ക്രോസ് വരുന്നതെന്ന് മനസ്സിലാകും. ആ ക്രോസ് വരുന്നത് എവിടെയാണോ ആ 2 വയറുകളെ ചേർത്ത് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ സെൻറ്റർ ലൈൻ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ താഴെയും മുകളിലുമായിട്ട് വേണം ക്രോസ് നോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയും നമുക്ക് പിങ്കിലുള്ള 4 നോട്ടുകൾ ജോയിൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഗ്രീനിൽ 2 നോട്ടുകളും അതിനുശേഷം പിന്നെ ലാസ്റ്റ് പിങ്കിലുള്ള 2 നോട്ടുകളും കൂടി ജോയിൻ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ബേസ് ഉണ്ടാക്കാനായിട്ട് 3 ലൈൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പിങ്ക്, 2 ഗ്രീൻ, 1 2 3 4 5 പിങ്ക്, വീണ്ടും 2 ഗ്രീൻ, 2 പിങ്ക്. ഇങ്ങനെയാണ് ഞാൻ ഇതിൽ നോട്ടുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണാം നമുക്ക് സെൻറ്റർ ലൈൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ലൈന് മുകളിലൊരു ലൈനും താഴെ ഒരു ലൈനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ലൈൻ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് നോക്കേണ്ടത് ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മുകളിൽ ഓരോ ക്രോസുകൾ വന്നിരിക്കുന്നതായിട്ട് മനസ്സിലാകും. അപ്പം നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെയാണോ ക്രോസുകളിൽ ബോക്സ് നോട്ട് ഇട്ടത് അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ 2 വയറുകൾ എങ്ങനെയാണോ ക്രോസ് ആകുന്നത് ആ 2 വയറുകളെ ചേർത്ത് നമുക്ക് ബോക്സ് നോട്ട് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് മുകളിലെ ഓരോ ലൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെൻറ്റർ ലൈൻ ഉൾപ്പെടെ ഇതേപോലെ മുകളിൽ നമുക്ക് സെൻറ്റർ ലൈൻ ഉൾപ്പെടെ 5 ലൈനും സെൻറ്റർ ലൈൻ ഉൾപ്പെടെ താഴേക്ക് 5 ലൈനുമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി എവിടെയൊക്കെയാണോ ക്രോസ് വരുന്നത് ആ ക്രോസ് വരുന്ന വയറുകളെ മാത്രം എടുത്തിട്ട് നമുക്ക് ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. ഒരു ലൈൻ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. താഴെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ക്രോസ് വരുന്നതെന്ന് മനസ്സിലാകും. ആ ക്രോസ് വരുന്ന 2 വയറുകളെ മാത്രം എടുത്തിട്ട് ആദ്യത്തെ വയറിനെ മടക്കി കൊടുക്കുക. രണ്ടാമത്തെ വയറിനെ അതിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുക്കുക. താഴേക്ക് വരുന്ന വയറിനെ മുകളിലേക്ക് മടക്കി കൊടുത്ത് സൈഡിലൂടെ വരുന്ന വയറിനെ ലൂപ്പിനുള്ളിലൂടെ എടുക്കുക. വയറിനെ താഴേക്ക് വലിച്ച് ബോക്സ് നോട്ടിനെ നല്ല ടൈറ്റ് ആക്കുക. ഈ ഒരു ലൈൻ മുഴുവനായിട്ട് നമുക്കിങ്ങനെ ബോക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. എത്രയിടത്ത് ക്രോസ് വരുന്നോ അത്രയിടത്തെ ക്രോസുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് ബോക്സ് നോട്ട് ചെയ്ത് കൊടുക്കണം.
അപ്പം ഞാനൊരു ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നോട്ടാണ്. ഇപ്പോൾ സെൻറ്റർ ലൈനിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് 3 നോട്ട് കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് 12 നോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 11 നോട്ടാണ്. അപ്പോൾ ഓരോ തവണ മുകളിലേക്ക് പോകുന്തോറും നോട്ടുകളുടെ എണ്ണം കുറഞ്ഞിരിക്കും. സെൻറ്റർ ലൈൻ 13 ആണെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ 12, 11, 10 അങ്ങനെ കുറഞ്ഞു വരും. താഴേക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു വശം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ലൈന് മുകളിലേക്ക് എനിക്ക് 5 നോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 നോട്ട് മുകളിലേക്ക് കിട്ടിയതുപോലെ തന്നെ നമുക്ക് താഴേക്കും 5 നോട്ട് കിട്ടണം. ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ പകുതി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 5 ലൈനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫുൾ ഡയമണ്ട് കിട്ടും. അതിന് വേണ്ടി ഇനി താഴേക്കും കൂടി നമുക്ക് 5 നോട്ട് ഈ മുകളിലിട്ടതുപോലെ തന്നെ താഴേക്കും 5 നോട്ട് നമുക്ക് താഴേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിത് തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചതിന് ശേഷം താഴേക്ക് ഇട്ട് കൊടുത്ത അത്രയും ലൈനുകൾ തന്നെ ഇനി നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒരു പ്രയാസവും ഇല്ല. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് ഭയങ്കര പ്രയാസമാണല്ലോ, ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഒന്നുമില്ല. നമ്മൾ തനിയെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമ്മളിതുപോലെ നിലത്ത് വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെയാണോ ക്രോസ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെയെല്ലാം ആ 2 വയറുകളെ ചേർത്ത് ബോക്സ് നോട്ടുകൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിലൊരു പ്രയാസവും ഇല്ല. ഇത് വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൂടെയാണ്, ഒരു ബാഗാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ക്രോസ് വരുന്നത് മാത്രം എവിടെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. വയർ വെച്ചിട്ടുള്ള ബാഗ് ചെയ്യുമ്പോൾ ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ളത് ഈ ക്രോസ് കട്ട് ബാഗാണ്. ബാക്കിയുള്ളതെല്ലാം കുറച്ച് പ്രയാസമാണ്. വേറെ നോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കുറച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസമാണ്. ഇവിടെ ഇപ്പോൾ 2 നോട്ടുകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നോട്ടുകളെല്ലാം ഇട്ട് കൊടുക്കണം. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്കൊന്ന് എണ്ണി നോക്കാം സെൻറ്റർ ലൈൻ എത്ര വരുന്നുണ്ട്. അതിനുശേഷം അതിലൊന്ന് കുറവാണോ നമ്മൾ മുകളിലും താഴെയും ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. താഴോട്ട് പോകുന്തോറും ഓരോ ലൈനുകൾ കുറഞ്ഞു വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ചെയ്യുമ്പോഴും സെൻറ്റർ ലൈന് തൊട്ട് മുകളിൽ ഒരു നോട്ട് കുറഞ്ഞായിരിക്കും വരുന്നത്. അതിന് ശേഷം ചെയ്യുമ്പം വീണ്ടും ഒരു നോട്ട് കുറഞ്ഞു വരും. ഇപ്പോൾ ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ബേസ് വന്നിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ലൈൻ തൊട്ട് മുകളിലേക്ക് 5 ലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്കും 5 ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ബേസാക്കി വെച്ചുകൊണ്ട് മുകളിലേക്ക് പിന്നെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി കോർണർ ടേൺ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിലാവുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കോർണർ ടേൺ ചെയ്ത് മുകളിലേക്ക് പിന്നുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.